അനൈലേഷൻ ഓഫ് കാസ്റ്റ് എന്ന് പറഞ്ഞൊരു പുസ്തകം അംബേദ്കർ എഴുതിയിട്ടുണ്ട്. കാസ്റ്റിനെ പോഷിപ്പിക്കുക, എല്ലാത്തിലും കാസ്റ്റ് കണ്ടെത്തുക. ഇന്നത്തെ ആധുനിക ജാതിവാദികൾ ഇവരൊക്കെ ചെയ്യാറുണ്ട്. എല്ലാത്തിലും കുടിക്കുന്ന കുട്ടിയുടെ കുടിക്കുന്ന അമ്മിഞ്ഞയിൽ പോലും ജാതി കണ്ടെത്താൻ വെമ്പുന്ന മനുഷ്യർ. അവരിൽ പലരും അംബേദ്കറുടെ ശിഷ്യരാണ്, അംബേദ്കറുടെ കൂടെയുള്ള ആളാണെന്നൊക്കെയാണ് പറയുന്നത്. എത്ര വലിയ വിരോധാഭാസമാണ്. അംബേദ്കർ പറഞ്ഞതു ജാതി ആൻറ്റി നാഷണൽ ആണെന്നാണ് ഈ പ്രസംഗത്തിൽ പറയുന്നത്. രാജ്യവിരുദ്ധമാണ്, രാജ്യദ്രോഹമാണ് എന്നാണ്. ഡു യു നോ ദാറ്റ്? ജാതി കൊണ്ട് ഒരു സമൂഹവും മെച്ചപ്പെടില്ല. ജാതി എല്ലാ സമൂഹത്തെയും തകർക്കുന്ന ഒന്നാണ്. അതിനെ ആഘോഷിക്കാൻ പാടില്ല, അതിനെ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല, അതിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയം നിർവചിക്കാൻ പാടില്ല എന്ന് വ്യക്തമായി അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ പലപ്പോഴും അംബേദ്കറുകളെയൊക്കെ കാണുമ്പം അവർ തുപ്പുന്നത് മുഴുവൻ ജാതിയായിരിക്കും. എത്ര വലിയ വിരോധാഭാസം എനിക്ക് മനസ്സിലായിട്ടില്ല. ഇറ്റ്സ് ആൻ ഐറണി. ഞാൻ കേട്ടിട്ടുണ്ട്, അംബേദ്കർ പറയുന്നുണ്ട്, പല ആൾക്കാർക്ക് ഒരു വല്ലാത്തൊരു നീരസം ഉണ്ടായിരുന്നു. പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന അവർക്ക് ഇഷ്ടമല്ല. അവർ പറയുന്നത് ദേ പ്രിഫേർഡ് ദ എക്സ്പ്രഷൻ ഇന്ത്യൻ നേഷൻ. പീപ്പിൾ ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ജനങ്ങളിൽ നിന്നല്ല, ഇന്ത്യ എന്ന രാജ്യം എന്ന് പറയണം എന്നാണ് അവർ പറയുന്നത്. പക്ഷെ അതൊരു വിഭ്രാന്തി അല്ലേ എന്ന് ഞാൻ സംശയിക്കുന്നു. കാരണം ഒരു നേഷൻ ആകാനായിട്ട് കുറേ പണിയുണ്ട്. പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ജനങ്ങൾ, ഇന്ത്യയുണ്ട്, കുറേ ജനങ്ങളുണ്ട്. പക്ഷെ നമ്മളൊരു നേഷൻ ആണ് എന്ന് പറയണമെങ്കിൽ അതിന് കുറച്ച് പണി കൂടി ഉണ്ട് എന്നാണ് അംബേദ്കർ പറയുന്നത്. അത് നിങ്ങൾക്ക് അങ്ങനെ പറയണമെന്ന് ആഗ്രഹമുണ്ട് എന്നുള്ളത് കൊണ്ട് അങ്ങനെ ആകുന്നില്ല. ഇറ്റ്സ് എ വിഷ്ഫുൾ തിങ്കിങ്, ആഗ്രഹ ചിന്തയാണ്. കുറച്ചുകൂടെ പോകാനുണ്ട്. അന്ന് അദ്ദേഹം യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെ കുറിച്ച് അവിടെയുള്ള ഒരു ഉദാഹരണം കോട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്. അവിടെ ഈ നേഷൻ എന്നുള്ള പേര് ഇതേ കണക്ക് പ്രേ ഫോർ ദ നേഷൻ എന്ന് പറഞ്ഞപ്പം അവിടെ ഒരു ചർച്ച് ഗ്രൂപ്പിലുണ്ടായ തർക്കത്തെക്കുറിച്ച് പറയുന്നു. അപ്പോൾ അവസാനം ആ തർക്കം അവർ പരിഹരിച്ചത് പ്രേ ഫോർ ഓൾ ദ പീപ്പിൾ ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്നാക്കി. നേഷൻ എന്ന് പറയുന്ന വാക്ക് അത്ര പ്രധാനമാണ്. അവിടെ കാണിക്കുന്ന ഒരു ഒരുമ, ഒരു ഫ്യൂഷൻ, ഈ വളരെ സമ്മോഹനമായ ആശയങ്ങളാൽ റൺ ചെയ്യുന്ന ഒരു ജനതയെ ഒരു നേഷൻ ആവുള്ളൂ. അല്ലെ അത് ഒരു പീപ്പിൾ ഓഫ് എ കൺട്രിയാണ്. ആ വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസമാണ് അംബേദ്കർ പറയുന്നത്. നിങ്ങൾക്ക് നേഷൻ ആകണം, ഇങ്ങനെ എഴുതി വെക്കണം എന്നൊക്കെ നിങ്ങൾ പറയുന്നു. നിങ്ങൾക്ക് എഴുതി വെക്കാം, പേനയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചരിക്കുകയോ ഒക്കെ ചെയ്താൽ മതി. പക്ഷെ അതുകൊണ്ടായില്ല. അദ്ദേഹം പറയുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇസ് നോ കാസ്റ്റ് പ്രോബ്ലം ബട്ട് ഇന്ത്യ ഹാവ് കാസ്റ്റ് പ്രോബ്ലം. ജാതി ഒരു പ്രശ്നമാണ് ഇന്ത്യയിൽ, അമേരിക്കയിൽ അങ്ങനെ ആയിരുന്നില്ല. എന്നിട്ട് അവസാനം അവർക്ക് നേഷൻ എന്നുള്ളത് അവർ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവർ പീപ്പിൾ ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് എഴുതി. ഇൻ ഇന്ത്യ ദർ ആർ കാസ്റ്റ്. ദ കാസ്റ്റ് ആർ ആന്റി നാഷണൽ. ഇറ്റ്സ് എ ടേക്ക് ഹോം മെസ്സേജ്. ദ കാസ്റ്റ് ആർ ആന്റി നാഷണൽ. സമൂഹത്തിൽ, സോഷ്യൽ ലൈഫിൽ സെപ്പറേഷൻ കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് ജാതി എന്ന് അദ്ദേഹം പറയും. നിങ്ങൾക്കറിയാം, വർഷങ്ങൾക്ക് മുന്നേ ഇന്ത്യയിൽ ആദ്യം റെയിൽവേ വരുമ്പോൾ അവിടെ മുസ്ലിം കമ്പാർട്ട്മെൻറ്റും ഹിന്ദു കമ്പാർട്ട്മെൻറ്റുകളും ഉണ്ടായിരുന്നു. എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല ഹിന്ദുക്കൾ ഒരു കമ്പാർട്ട്മെൻറ്റ് യാത്രയും. ഇന്നത്തെ ലേഡീസ് കമ്പാർട്ട്മെൻറ്റുകൾ പോലെ ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് കയറുന്ന ഒരു പുരുഷൻ നാണ്യം കൊണ്ട് ചുരുണ്ട് ഞാൻ അപ്പുറത്ത് നിന്ന് മാറി കയറിക്കൊള്ളാം എന്ന് പറയുന്നത് പോലെ ഒരു മുസ്ലിം കമ്പാർട്ട്മെൻറ്റിൽ കയറുന്ന ഒരു ഹിന്ദു ഞാൻ അപ്പുറത്ത് മാറി കയറിക്കൊള്ളാം എന്ന് പറയുമായിരുന്നു ഈ രാജ്യത്ത് എന്ന് നിങ്ങൾ ആലോചിക്കുക. അതിലുപരിയായി അയിത്തം, ജാതി വ്യവസ്ഥയിലുണ്ടായിരുന്ന അയിത്തം, അത് പരിഹരിക്കാൻ ഏറ്റവും കൂടുതൽ സഹായിച്ചു വന്നത് പൊതുസഞ്ചാരമാണ്. You cannot understand or realize the strength of that tool. Everybody comes to train. തിരക്കാവുന്നു, അയിത്തം ആവിയാവുന്നു. തിരക്കിൽ എങ്ങനെയാണ് നിങ്ങൾ അയിത്തം പാലിക്കുക, അൺടച്ചബിലിറ്റി പാലിക്കുക? ആഘോഷങ്ങൾ, പൊതുസഞ്ചാരങ്ങൾ, റെയിൽവേ, ബസ്, ഇതിലൊക്കെ നിങ്ങൾക്ക് അയിത്തം പാലിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ആരാണ് നിങ്ങളുടെ അടുത്ത് വരുന്നതെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ നോക്കിയിട്ട് അങ്ങോട്ട് മാറി നിൽക്കുക എന്നൊന്നും പറഞ്ഞാൽ നടക്കില്ല. ജനങ്ങൾ തമ്മിൽ കൂടണം, കലരണം, പൊതുവേദികൾ ഉണ്ടാവണം. പൊതുവേദികൾ കൂടുതൽ മതേതരങ്ങളാവണം. മതേതര ഇടങ്ങൾ കൂടുതൽ മതരഹിതങ്ങളാകണം. മതരഹിത ഇടങ്ങൾ കൂടുതൽ സ്വതന്ത്രമാകണം. നമ്മളെപ്പോലുള്ളവരൊക്കെ ഇന്ന് പറയുന്ന ഇതേ കാര്യം തന്നെയാണ് അന്ന് അംബേദ്കർ അതിൻ്റെ പ്രാഗ് രൂപത്തിൽ പറഞ്ഞു വെച്ചത്. ജാതി വിൽ സെപ്പറേറ്റ് പീപ്പിൾ. ദേ ആർ ആന്റി-നാഷണൽ because they generate jealousy and antipathy between caste and caste. അത് ശ്രീനാരായണ ഗുരുവും പറഞ്ഞിട്ടുണ്ട്. ജാതി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ജനങ്ങൾക്ക് തമ്മിൽ സ്പർദ്ധയും കാലുഷ്യമാണ്, വെറുപ്പാണ്. നിങ്ങൾ ഇന്ന് ജാതിയെക്കുറിച്ച് സംസാരിച്ചാലും പണ്ടത്തെ ജാതിയെക്കുറിച്ച് സംസാരിച്ചാലും ജനങ്ങൾ ഞങ്ങളും അവരും എന്നുള്ളൊരു ഫീലിംഗ് അവിടെ ഉണ്ടാവുകയാണ്. നിങ്ങൾ ഒരിക്കലും ആ ടൂള് സമൂഹത്തിൻ്റെ ഡിസ്കോഴ്സിന് ഉപയോഗിക്കരുത്. ജാതി സാഹിത്യം എഴുതുന്നവരോട് അംബേദ്കറുടെ ഒരു നേരിട്ടുള്ള ഒരു ഉപദേശമാണ്. It will create strife. It will create hatred, mutual jealousy.
It is anti-national. But we must overcome all these difficulties if we wish to become a nation in reality. ഒരു രാജ്യമാകണമെങ്കിൽ ഇതെല്ലാം ഒഴിവാക്കണം. നിങ്ങൾ വെറുതെ നാഷൻ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അംബേദ്കറുടെ വാദമാണ്. അതിന് കുറച്ച് പേപ്പറുടെ പാസ്സാവുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട പേപ്പറാണ് ജാതിയുടെ പേപ്പർ. ഇന്ന് നിങ്ങൾ ജാതി പറഞ്ഞ് കളിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു രാജ്യമാണ് ഞങ്ങൾ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. For fraternity can be a fact only when there is a nation. ഇനി രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ആശയമാണ് സാഹോദര്യം. സാഹോദര്യം എന്ന് പറയുന്ന ഒരു മൂല്യം നടപ്പിലാക്കപ്പെടണമെങ്കിൽ നേഷൻ ഉണ്ടാവണം. രാജ്യം ഉണ്ടായാൽ പോരാ, ദേശം ഉണ്ടാവണം, ദേശരാഷ്ട്രം ഉണ്ടാവണം. For fraternity can be a fact only when there is nation. Without fraternity, equality and liberty will be no deeper than coats of pain. അദ്ദേഹം പറയുന്നു fraternity, ഈക്വാലിറ്റിയും ഇല്ലാതെ, അല്ലെ വിത്തൗട്ട് സാഹോദര്യം ഇല്ലാതെ സമത്വവും സ്വാതന്ത്ര്യവും ഉണ്ടാകും എന്ന് കരുതരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് വെറും പെയിന്റ് അടി പോലെയാണ്. പുട്ടി പോലും അല്ല, പുട്ടിയാണ്, പുട്ടിയേക്കാൾ കൂടുതലാണ് പെയിന്റ് അല്ലേ, പെയിന്റ് അടിയാണ്. അത് വെറും കോട്ട്സ് ഓഫ് പെയിൻസ് മാത്രമാണ്, ഉള്ളിലില്ല.